നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ വേൾഡ് കപ്പിലെ 2 ഫൈനലിസ്റ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായി. സ്പെയിനിന് പിന്നാലെ അർജൻറ്റീനയും ഈ ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ്. അർജൻറ്റീന തുടർച്ചയായ 2ാം ലോകകപ്പിൻ്റെ ഫൈനലിലാണ് എത്തിയിരിക്കുന്നത്. മെസ്സിയും സംഘവും ഒരു കിരീടം, അതായത് തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിട്ടാണ് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നമുക്ക് ഇന്നലത്തെ ആ ഒരു മത്സരത്തിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2-1 ഒരു ത്രസിപ്പിക്കുന്ന വിജയം തന്നെയാണ് അർജൻറ്റീന സ്വന്തമാക്കിയതെന്ന് പറയാം. ആദ്യ ഗോൾ നേടിയത് ഇംഗ്ലണ്ടാണെങ്കിൽ പോലും അവർക്ക് മേൽ അവസാനത്തെ 10-15 മിനിറ്റിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന, അല്ലെങ്കിൽ കുറച്ച് മത്സരങ്ങളായി കാണുന്ന അർജൻറ്റീനയുടെ ഒരു പ്രകടനമുണ്ട്. അതായത് ഈജിപ്തിനെതിരെയും സ്വിറ്റ്സർലൻഡിനെതിരെയും ഒക്കെ കണ്ടതാണ്. അവസാന മിനിറ്റുകളിൽ തീയായി മാറുന്ന അർജൻറ്റീന, അത്തരത്തിലൊരു പ്രകടനം തന്നെയാണ് അർജൻറ്റീനയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെയും ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് അവസാന മിനിറ്റുകളിൽ നിറഞ്ഞാടുകയായിരുന്നു മെസ്സിയും സംഘവും എന്ന് പറയാൻ സാധിക്കും. കൃത്യമായ പ്ലാനോടുകൂടി, അതായത് ആദ്യ പകുതിയിലൊക്കെ അർജൻറ്റീന എന്തിനാണ് കളിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ, അതായത് എതിർ ടീമിന് പരമാവധി കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ആദ്യ പകുതിയിലെ കാഴ്ച. എല്ലാ മത്സരങ്ങളും ഇപ്പോൾ ഈ നോക്കൗട്ട് സ്റ്റേജിലെ എല്ലാ മത്സരങ്ങളും നോക്കിയാൽ അങ്ങനെയാണ് നമുക്ക് തോന്നുക. ആദ്യത്തെ ഒരു 60-70 മിനിറ്റ് വരെയൊക്കെ അർജൻറ്റീന ഇങ്ങനെ വെറുതെ കളിക്കുന്നു. അതിനുശേഷം അങ്ങോട്ട് വേറൊരു ഗിയറിലേക്ക്, അടുത്ത ഗിയറിലേക്ക് മാറി മത്സരം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അവസാന മിനിറ്റുകളിൽ ത്രസിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു, നെഞ്ചിടിപ്പേറ്റുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. അതിനുശേഷം ഒരു വിജയം സ്വന്തമാക്കുന്നു എന്നുള്ളത്, അത്തരത്തിലൊരു വിജയം തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലും അർജൻറ്റീന സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ആരാധകരുടെ മനസ്സിൽ തീ കോരിയിട്ടതിന് ശേഷം പിന്നീട് തീയായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. അത് മത്സരത്തിൻ്റെ 55-ാം മിനിറ്റിലാണ് ഇംഗ്ലണ്ടിന് വേണ്ടി ഗോർഡൻ ആദ്യ ഗോൾ നേടുന്നത്. അവിടെ 1-0 ഒരു വിജയം എന്തായാലും ഇംഗ്ലണ്ട് പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു ഗോളിന് ശേഷം ഇംഗ്ലണ്ട് കൃത്യമായൊരു പ്ലാൻ ചേഞ്ച് ചെയ്യുന്നു. അവർ ഡിഫൻസിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് ഗോൾ അടിക്കുന്നതിനപ്പുറത്തേക്ക് ഗോൾ അടുപ്പിക്കാതിരിക്കുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്ലാനായിട്ട് അവർ അവതരിപ്പിച്ചത്. ഒരു ബസ് പാർക്കിംഗ് ശൈലി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മുഴുവൻ താരങ്ങളും ബോക്സിന് മുന്നിൽ അണിനിരന്നുകൊണ്ട് എതിർ ടീമിനെ ബോക്സിലേക്ക് കയറാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ശൈലി തന്നെയായിരുന്നു ഇംഗ്ലണ്ട് ഈ ആദ്യ ഗോൾ 55-ാം മിനിറ്റിലെ ഗോളിന് ശേഷം കാഴ്ചവെച്ചൊരു ഒരു രീതി അങ്ങനെയായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു ശൈലി, അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ കൃത്യമായി തകർക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു അർജൻറ്റീനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അവർ ബോക്സിലേക്ക് കയറാൻ അനുവദിക്കാതിരിക്കുമ്പോൾ ബോക്സിന് പുറത്തു നിന്ന് ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി തുടരെ ഷോട്ടുകൾ പായിക്കുക എന്നുള്ളതായിരുന്നു അർജൻറ്റീനയുടെ പ്രധാനപ്പെട്ട ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഒപ്പം മെസ്സി വളരെ ഫ്രീ ആയി കളിക്കുന്നു. മെസ്സി അധികം പന്ത് കൈവശം വെച്ച് കളിക്കുകയോ ഒന്നും ചെയ്യാതെ കൃത്യമായി കളി മെനയുന്ന രീതിയിലേക്ക് മാറുന്നു. മെസ്സിയുടെ കയ്യിൽ പന്ത് എത്തുന്ന സമയത്ത് അത് ബോക്സിന് പുറത്ത് ആവാം, കോർണറിലാവാം. ആ സമയത്തൊക്കെ മെസ്സി അവിടെ നിന്ന് കളി മെനഞ്ഞുകൊണ്ട് ബോക്സിനുള്ളിലേക്ക് പന്ത് കൃത്യമായി കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അർജൻറ്റീനയ്ക്കൊരു നിർഭാഗ്യമുള്ള ദിവസമാണെന്ന് തോന്നിപ്പോയി. കാരണം അവർക്ക് ഭാഗ്യം കൂടി ഇന്നലെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഒരു 5-1 ഒരു വിജയമൊക്കെ ഒരുപക്ഷെ അർജൻറ്റീനയ്ക്ക് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ചെറിയ വ്യത്യാസത്തിലൊക്കെയാണ് ഗോളുകൾ നഷ്ടമാകുന്ന കാഴ്ച ഉണ്ടായതെന്ന് പറയാൻ സാധിക്കും. അത്തരത്തിൽ ഒരു പ്രകടനം തന്നെയാണ് ഒരു 75-ാം മിനിറ്റ്, എല്ലാ മത്സരത്തിലെയും പോലെ ഒരു ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ഉള്ള മത്സരം, അല്ലെങ്കിൽ ആ ഒരു കളി എന്ന് പറയാൻ സാധിക്കും. ഇനി ഗോളുകൾ നോക്കിയാൽ 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ആണ് സമനില നേടിയത്. അത് മെസ്സിയുടെ അസിസ്റ്റിലൂടെ ആയിരുന്നു ആ ഒരു ഗോൾ എന്ന് പറയാം. അതും ഈ പറഞ്ഞതുപോലെ ഒരു ലോങ് റേഞ്ച് ഗോൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് അതുതന്നെയായിരുന്നു അർജൻറ്റീനയുടെ പലപ്പോഴത്തെയും പ്ലാൻ. ഒന്നിൽ കൂടുതൽ ഷോട്ടുകൾ ബോക്സിന് പുറത്തു നിന്നടക്കം പായിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു ഷോട്ട് തന്നെയാണ് ഗോളായി മാറുന്നത് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് അതിനുശേഷം ഒരു ഗംഭീരമായ മക്കലിസ്റ്ററിൻ്റെ കാലിൽ നിന്ന് പിറന്ന ഒരു ഷോട്ട്, അത് ബാറിൽ തട്ടി പോവുകയും, സൈഡ് ബാറിൽ തട്ടി പോവുകയും, അത് മെസ്സി എടുത്തതിന് ശേഷം വീണ്ടും ആ പന്ത് നേരെ പോസ്റ്റിലേക്ക് അടിക്കുന്നു. അത് ലൗട്ടാരോ മാർട്ടിനസ്, അത് കൃത്യമായൊരു ക്രോസ് എന്ന് പറയാൻ സാധിക്കും. വളരെ മനോഹരമായൊരു ക്രോസ് മെസ്സി നൽകുന്നു. അത് ലൗട്ടാരോ മാർട്ടിനസ് ഹെഡ് ചെയ്തുകൊണ്ട് വലയിലേക്ക് ആക്കുന്നു. 2ാം ഗോൾ പിറക്കുന്നു. അത് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് 90 മിനിറ്റിന് ശേഷം 92-ാം മിനിറ്റിലാണ് ആ ഗോൾ പിറക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ ലോകകപ്പിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങളൊക്കെ നോക്കിയാൽ പല മത്സരങ്ങളിലും ടീം വിജയിച്ചിട്ടുള്ളത് ഈ ഇഞ്ചുറി ടൈമിലെ ഗോളിലായിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ടൈമിലും എക്സ്ട്രാ ടൈമിലും ഒക്കെയാണ് അർജൻറ്റീന ഈ നോക്കൗട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി മത്സരത്തിൻ്റെ ഒരു ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മികച്ച പന്തിറക്കമായിരുന്നു അർജൻറ്റീനയ്ക്ക് ഉണ്ടായിരുന്നത്. അതായത് പന്ത് കൈവശം വെച്ചതിന് ശേഷം കൃത്യമായ പ്ലാനോടുകൂടി
ഒരു കളി മെനയുക എന്നുള്ളതാണ്. ഒപ്പം രണ്ടാം പകുതിയിലെ തുടർച്ചയായ പ്രഷർ, അതായത് കണ്ടിന്യൂസ്ലി ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധ നിരയെ പരീക്ഷിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. ഒപ്പം മെസ്സിയുടെ പ്ലേ മേക്കിങ്ങും ഇന്നലത്തെ മത്സരത്തിൽ വളരെ നിർണായകമായി എന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ അധിക സമയം പന്ത് കൈവശം വെച്ച് എതിരാളിയുടെ പോസ്റ്റിലേക്ക് ആഞ്ഞു കയറി ഗോൾ അടിക്കുന്ന മെസ്സിയെ അല്ല ഇന്നലെ കാണാൻ സാധിച്ചത്. പകരം ബോക്സിന് പുറത്ത് കളി മെനയുന്ന മെസ്സിയാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 2 അസിസ്റ്റുമായി മെസ്സി ഇന്നലെ കളിയിലെ താരമായി മാറിയതും അതുകൊണ്ട് മാത്രമാണ്. പിന്നീടൊരു പ്രധാനപ്പെട്ട കാര്യം അവസാന മിനിറ്റിലെ ഫിനിഷിങ് തന്നെയാണ്. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം അവസാന മിനിറ്റിൽ ഇപ്പോൾ 85-ാം മിനിറ്റിലൊരു ഗോൾ നേടി. അതുവരെ ഇംഗ്ലണ്ട് ഒരു വിജയം ഉറപ്പിച്ചു നിന്ന സാഹചര്യത്തിൽ 85-ാം മിനിറ്റിൽ അർജൻറ്റീന ഒരു ഗോൾ നേടുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിന് ഒരു പ്രഷർ ആവുന്നു. കാരണം മത്സരം അധിക സമയത്തേക്കും അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രഷർ ഇംഗ്ലണ്ടിന് സൃഷ്ടിക്കുന്നു. അവിടെ വീണ്ടും തുടരെ ആക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. അത് ഒന്ന് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ 85-ാം മിനിറ്റിന് ശേഷമുള്ള ആ ഒരു 2 ഗോളുകൾ, അത് സത്യം പറഞ്ഞാൽ ഒരു ഗോൾ, ആദ്യത്തെ ഗോളിൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ മനോനില തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കൃത്യമായി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയും അവിടെ നിന്ന് ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യുന്ന ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രകടനവും നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. ഇനി ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച തുടക്കം തന്നെയായിരുന്നു ഇംഗ്ലണ്ട് എന്ന് പറയാം. ആദ്യ പകുതിയൊക്കെ ഗോൾ രഹിതമായിരുന്നെങ്കിൽ പോലും ഇംഗ്ലണ്ട് കൃത്യമായി പന്ത് കൈവശം വെച്ചുകൊണ്ട് വളരെ മനോഹരമായി അവർ കളിച്ചു എന്ന് പറയാം. പക്ഷേ ലീഡ് നേടിയതിന് ശേഷം പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങിയൊരു ഗെയിം പ്ലാനായിരുന്നു അവരുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഒരു 60-70 മിനിറ്റിന് ശേഷം മിഡ്ഫീൽഡിൻ്റെ കൺട്രോൾ പൂർണ്ണമായി ഇംഗ്ലണ്ടിന് നഷ്ടമാകുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. കാരണം ഈ പ്രതിരോധത്തിലേക്ക് പൂർണ്ണമായി മാറുമ്പോൾ മിഡ്ഫീൽഡിലെ ഒരു കൺട്രോൾ അതവർക്ക് നഷ്ടമാകുന്നു. അവിടെ അർജൻറ്റീന കൃത്യമായി അവരുടെ കളി മെനയുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് ഫൈനൽ പോരാട്ടമാണ്. ലയണൽ മെസ്സിയുടെ അർജൻറ്റീനയും ലാമിൻ യമാൽ അടക്കമുള്ള താരങ്ങളുടെ സ്പെയിനും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെ ആയിരിക്കും. അത് വളരെ മനോഹരമായൊരു മത്സരം തന്നെ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സ്പെയിനെ സംബന്ധിച്ച് കൃത്യമായൊരു പ്ലാനോടുകൂടി ഫ്രാൻസിനെ അടിയറവ് പറയിച്ചാണ് അവർ ഈ ഒരു ഫൈനലിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതായത് കൃത്യമായി ഫ്രാൻസിന് മുകളിൽ ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇതുവരെയുള്ള ഈ ലോകകപ്പിലെ പ്രകടനം നോക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ലോകകപ്പിലെ സമീപകാല ഭാവിയിലെ പ്രകടനങ്ങളൊക്കെ നോക്കിയാൽ വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ് ഫ്രാൻസ് എന്ന് പറയാൻ സാധിക്കും. ആ ഫ്രാൻസിനെ കൃത്യമായൊരു പ്ലാനോടുകൂടി, അതിൽ ഏറ്റവും ശ്രദ്ധേയം എംബാപ്പെ പോലൊരു താരത്തെ മാർക്ക് ചെയ്തുകൊണ്ട് കൃത്യമായി പൂട്ടുന്നു. അതിനുശേഷം വിജയം സ്വന്തമാക്കുന്നു. എംബാപ്പയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സെമിഫൈനലിൽ സാധിച്ചിരുന്നില്ല. അപ്പോൾ അത് പോലും കൃത്യമായി മുതലാക്കിക്കൊണ്ടായിരുന്നു സ്പെയിൻ ഫൈനലിലേക്ക് എത്തിയത്. ഒപ്പം അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ വളരെ അധികം അവസാന മിനിറ്റ് വരെ കൈവിട്ട് നിന്നതിന് ശേഷമാണ് വീണ്ടും കളി തിരികെ പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അർജൻറ്റീനയുടെ ഈ ഒരു തന്ത്രത്തെ തന്നെ ആയിരിക്കും സ്പെയിൻ ഫൈനൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുക. ഈ ഒരു തന്ത്രത്തെ തന്നെ ആയിരിക്കും. കാരണം അവസാന 15-20 മിനിറ്റിലെ അർജൻറ്റീനയുടെ പ്രകടനം അതിനെ എങ്ങനെ തടയിടാം എന്നുള്ളതായിരിക്കും എന്തായാലും സ്പെയിൻ ഒരുക്കാൻ സാധ്യതയുള്ള തന്ത്രം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സമീപകാലങ്ങളിലെ എല്ലാ മത്സരം, ഇപ്പോൾ ഈ വേൾഡ് കപ്പിലെ നോക്കൗട്ട് മത്സരങ്ങളിലെ എല്ലാ പ്രകടനവും നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. അതിൽ സ്കലോണിയുടെ ഒരു കൃത്യമായ ഗെയിം പ്ലാനിങ്ങോടുണ്ട്. അത് ഈ 75-ാം മിനിറ്റിൽ അല്ലെങ്കിൽ 65-ാം മിനിറ്റിന് ശേഷം 75-ാം മിനിറ്റിന് ശേഷമുള്ള ഈ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമുള്ള ഈ സബ്സ്റ്റിറ്റ്യൂഷനുകൾ പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് കൃത്യമായി മനസ്സിലാകും. ഇന്നലത്തെ മത്സരത്തിൽ തന്നെ നോക്കിയാൽ ഇന്നലെ അവസാന മിനിറ്റിൽ ഇറങ്ങിയ താരങ്ങൾ പോലും ഗോളടിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കളി കൃത്യമായി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് സ്കലോണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് എതിർ ടീമിനെ പരമാവധി കളിച്ച് അവരുടെ വീക്ക് പോയിൻ്റ് എപ്പോൾ കിട്ടുന്നു അപ്പോൾ ഗോളടിക്കുന്ന തന്ത്രമാണ് സ്കലോണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം മറുവശത്ത് ഫ്യുണ്ടയുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് പ്ലാൻ എന്നുള്ളതും ശ്രദ്ധേയകരമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു ലോകകപ്പിലെ ഏറ്റവും ത്രില്ലർ പോരാട്ടം തന്നെയായിരിക്കും. കാരണം നമ്മൾ നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്നൊരു മത്സരമുണ്ട്. അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഒരു ഫൈനലിസിമ പോരാട്ടം, അത് ഖത്തറിൽ നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് ആ മത്സരം വേണ്ടാന്ന് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു മത്സരം ഈ ലോകകപ്പിൻ്റെ ഫൈനലിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. യൂറോപ്പിൻ്റെ ചാമ്പ്യന്മാരായ സ്പെയിനും ഒപ്പം ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഗോൾഡൻ ബൂട്ട് റേസ്. ലയണൽ മെസ്സി 8 ഗോളാണ്, എംബാപ്പയും 8 ഗോളുകളുമായി ഒപ്പത്തിനൊപ്പമുണ്ട്. ഫൈനലിൽ ഒരു ഗോൾ കൂടി നേടിയാൽ മെസ്സിക്ക് 9 ഗോളാകും. അപ്പോൾ ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ മെസ്സി മുമ്പിലെത്തും, ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനാകും. ഒപ്പം ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നോക്കിയാൽ അതും ലയണൽ മെസ്സി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ഗോൾ അടുപ്പിക്കുന്നതിലും മെസ്സി തന്നെ മുന്നിലുണ്ട്. അപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിലും ടൂർണമെൻറ്റിലെ താരമാവാനുള്ള
സാധ്യതയും എന്തായാലും മെസ്സിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇനി ലൂസേഴ്സ് ഫൈനലുണ്ട്. ലൂസേഴ്സ് ഫൈനലിൽ 1-2 ഗോളുകൾ എംബാപ്പെ നേടിയാൽ എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് റേസിൽ എംബാപ്പെ മുന്നിലെത്തും. അപ്പം 6 ഗോളുകളുമായി ബെല്ലിംഗാം തൊട്ട് പിന്നിലുണ്ട്. ബെല്ലിംഗാം ഒരു 3 ഗോളുകളൊക്കെ നേടിയാൽ ബെല്ലിംഗാം ഈ ഒരു പട്ടികയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും ലോകകപ്പ് ഫൈനൽ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി 2 മത്സരങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്, ലൂസേഴ്സ് ഫൈനലും ഫൈനലും. ഇതിൽ ചാമ്പ്യന്മാരെ കണ്ടെത്താൻ ഇനി ഒരൊറ്റ പോരാട്ടം മാത്രമാണ്. ഈ മാസം 19-ാം തീയതിയാണ് മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയാണ് ആരാധകരൊക്കെ എന്തായാലും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളും അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുന്നു. അർജൻറ്റീന ലോക കിരീടം നിലനിർത്തുമോ അതോ ഫ്രാൻസ്? നമ്മളും അതിന് തന്നെയാണ് കാത്തിരിക്കുന്നത്. അർജൻറ്റീന ലോക കിരീടം നിലനിർത്തുമോ അതോ സ്പെയിൻ കിരീടം സ്വന്തമാക്കുമോ എന്നുള്ളതാണ് നമ്മളും കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ.